വിശദമായ വാർത്തകളിലേക്ക്. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ RMP നേതാവ് KS ഹരിഹരനെതിരെ ഡിവൈഎഫ്ഐ DGPക്ക് പരാതി നൽകി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി വിഷ്ണു ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിഷ്ണു, നോക്കൂ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ഉയരുന്നത് ഡിവൈഎഫ്ഐ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ രാഷ്ട്രീയമായി തന്നെ കൈക്കൊള്ളുകയാണ് കാര്യങ്ങൾ. എന്തൊക്കെയാണ് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത്? അതിനുശേഷം പ്രധാനമായും ഈ RMP നേതാവ് KS ഹരിഹരനെതിരെ DGPക്ക് പരാതി നൽകിയപ്പോൾ ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ്. ഹരിഹരനെതിരെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് നേരിട്ട് പരാതി നൽകിയത്. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയുമായി ബന്ധപ്പെട്ട അശ്ലീല വീഡിയോ വിവാദത്തോട് പ്രതികരിക്കവെയാണ് KK ശൈലജയെയും നടി മഞ്ജു വാര്യരെയും അപമാനിക്കുന്ന പരാമർശം നടത്തിയത്. സംഭവത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അത്രയും വ്യാപകമായ പരാതികൾ നിലനിൽക്കെയാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വരുന്നത്. DGPക്ക് പരാതി നൽകിയപ്പോൾ തന്നെ അശ്ലീല പരാമർശം ഉന്നയിച്ചു, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുന്നു, ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം, നിയമ നടപടി ശക്തമായി സ്വീകരിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. മാത്രമല്ല, ഈ ഷാഫി പറമ്പിലും VD സതീശനും ഒക്കെ ഉള്ള വേദിയിൽ തന്നെയല്ലേ ഈ ഇത്തരത്തിൽ ഹരിഹരൻ ഈ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്? അത് ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഒരു വേദിയിൽ തന്നെ, UDFന്റെ ഒരു വേദിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പരാമർശം വന്നത്. ഏതായാലും ഈ ഒരു പരാമർശത്തിനെതിരെ ഇപ്പോൾ നിലവിൽ ഡിവൈഎഫ്ഐ പരാതി നൽകിയപ്പോൾ തന്നെ പ്രത്യേകമായും എടുത്തു പറയുന്നത് ഈ KS ഹരിഹരനെതിരെ പരാതി, അതായത് നടപടി സ്വീകരിക്കണം എന്ന് തന്നെ മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ ഒരു വേദിയിലാണ് ഇത്തരത്തിലുള്ള പരാമർശം, ഉപമിക്കുന്ന രീതിയിലുള്ള സംസാരം, അത്തരത്തിൽ പരാമർശത്തിൽ ലൈംഗിക ചുവയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. വളരെ മോശമായ രീതിയിലുള്ള ഒരു ആവർത്തനമാണ് അവിടെ ഉണ്ടായത്. മാത്രമല്ല, ഇതിനുശേഷം തെറ്റ് തിരുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. താൻ ചെയ്തത് എത്രത്തോളം ഹീനമായ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയും ചെയ്തു. അത്തരത്തിലുള്ള പരാമർശം പൊതുവേദിയിൽ ഉപയോഗിച്ച ഒരു വ്യക്തിക്കെതിരെ ശക്തമായ നിയമ നടപടി തന്നെ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി വിഷ്ണു.